നമസ്കാരം. തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൻ്റെയും അതുപോലെ തന്നെ മൃഗശാലേൻ്റെ അടുത്ത് ഒരുപാട് നാളായി ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നിട്ട്, എന്നാൽ പിന്നെ ഇത്തവണ വന്നിട്ട് കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ട് പോകുന്നുണ്ട്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 5:45 വഞ്ചിനാട് എക്സ്പ്രസ്സിന് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണി ആയതേ ഉള്ളൂ. അതെ, വണ്ടി പുറപ്പെടാൻ ഇനിയും സമയമുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ താമസിക്കുന്നത് തിരുവനന്തപുരത്തെ സ്റ്റാച്യൂലാണ്. അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് ഇവിടുന്ന് പിന്നെ നടന്നിട്ട് വേണം സ്റ്റാച്യൂലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം തിരുവനന്തപുരം മൃഗശാല, അതായത് ട്രിവാൻഡ്രം സൂവിൻ്റെ തൊട്ട് മുന്നിൽ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെയാണ് തിരുവനന്തപുരത്തെ മൃഗശാലയൊക്കെ ഉള്ളത്. അതുകൊണ്ട് അവിടെ മൃഗശാല എന്നൊക്കെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെയാണ് അതിൻ്റെ എന്താ പറയുക എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ഒരു മൃഗശാല തിങ്കളാഴ്ച ദിവസം ക്ലോസ് ആണ്. തിങ്കളാഴ്ച ദിവസം ഇവിടെ മൃഗശാല ഉണ്ടാവില്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ഞങ്ങൾ ചെറുപ്പം മുതലേ തിരുവനന്തപുരത്ത് വന്നാൽ, ഇവിടെ തിരുവനന്തപുരത്താണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായത്. ആ സമയത്ത് വന്നാലും നമ്മൾ മിക്കപ്പോഴും ഫാമിലി ഒന്നിച്ച് തന്നെ മൃഗശാലയിൽ വരാറുണ്ട്. നമ്മൾ മൃഗങ്ങളെ എല്ലാവരും കാണാറുണ്ട്. നല്ല രസമല്ലേ ഇതിലെ കൂടെ നടക്കാനൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, മൃഗശാലേൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു 2-3 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ. അതെ, ഈ മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ ഈ ഒരു 3 മണിക്ക് സമയത്തെ വെയിൽ, അയ്യോ കുറച്ചും കൂടെ വെയിൽ കുറയണം നല്ല രീതിയിൽ. എല്ലാവരും ഇവിടെ വന്നിരിക്കുക. വെയിലത്തുനിന്ന് ആരും നടക്കുന്നൊന്നുമില്ല. നമുക്കിനിപ്പോൾ അതിലൂടെ നേരെ താഴോട്ട് ആ ഭാഗത്തേക്കൊക്കെ ഇറങ്ങാം. നല്ല രസമാണ്. ഈവനിങ് ടൈമിലൊക്കെ ഇതിലൂടെ നടക്കാൻ നല്ല രസമാണ്. ആർട്ട് മ്യൂസിയം ഇത് ഈ കാണുന്ന ഇതാണ്. ടിക്കറ്റ് വേണം അതിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ. നമുക്കിനി നേരെ ഇതുവഴി ഈ ഒരു ഭാഗത്തേക്ക്, നമുക്ക് ഏത് വഴി വേണമെങ്കിൽ നടന്നു പോവാം. അതിലൂടെ അങ്ങോട്ട് പോവാം, വേണമെങ്കിൽ ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ഇവിടത്തോട്ട് വേണം പോവാം. കാരണം നടക്കാൻ നല്ല അടിപൊളി സൗകര്യമാണ് ഈ ഒരു മ്യൂസിയം, ഈ ഒരു മൃഗശാല ഭാഗത്തുള്ളത്. ഇങ്ങോട്ട് വേണം പോവാം. കിടിലനാണ്, നല്ല ഗാർഡനാണ്. നല്ല രീതിയിൽ ഇതിനെ പരിപാലിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ ഇത് കണ്ടത് അതുപോലെ തന്നെ ഇപ്പോഴും നല്ല രീതിയിൽ ഇതൊക്കെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു വ്യൂ ഉള്ളത്. ഇവിടെ ഉള്ളത് പിന്നെ പനയാണ്, തെങ്ങല്ല ഇത്. നല്ല രസമില്ലേ ഇവിടെ നിന്നാണ്. ഇനിയിപ്പോൾ നേരെ കാണുന്ന ഇതുവഴി പോവാം. കരയ്ക്ക് അതുവഴി വരുന്നുണ്ട്. നമുക്കിനി ഇതുവഴി പോയിട്ട് പുറത്തിറങ്ങി നേരെ റോഡ് വഴി സ്റ്റാച്യു പാളയം ഭാഗത്തേക്ക് പോവാം. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഈ വഴി നേരെ പോയി പുറത്തായി. അതുപോലെ തന്നെ മെയിൻ റോഡാണിത്. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുണ്ട ഇതായിരിക്കാൻ അടിപൊളിയാണ് ആ ഭാഗത്തൊക്കെ. ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് പൈസയുണ്ട്. അവിടെ 150 രൂപയെന്ന് എഴുതിയിട്ട് കണ്ടായിരുന്നു. വണ്ടിയൊക്കെ എടുത്തിരുന്നൊരു നോക്കാം. ഇവിടെയൊക്കെ നല്ല ചാർജാണ്. അത് നേരത്തെ നമ്മൾ കയറി വരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു 150 രൂപ ഉണ്ടല്ലേ. 150 രൂപയുണ്ട്. മ്യൂസിയം ഭാഗത്തു നിന്നൊക്കെ ഇറങ്ങി ഇവിടെ ഉണ്ട് കാർ പാർക്കിംഗ് 150 രൂപയാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് തിരുവനന്തപുരം നഗരസഭയുള്ളത്. നഗരസഭ തൊട്ട് മുന്നിലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കാണുന്ന റോഡ് വഴി നടക്കാം. ഈ നേരെ കാണുന്ന റോഡ് PMG പട്ടം, അങ്ങോട്ടേക്കാണ് നേരെ പോകുന്നത്. നമ്മൾ നേരെ ഇങ്ങോട്ട് ഈസ്റ്റ് ഫോർട്ട്, അതായത് കിഴക്കേക്കോട്ടയിലേക്ക് ഇതാണ് നടന്നു പോകുന്ന. ഈ വഴിയിൽ മുന്നിൽ കാണുന്ന ഇവിടെയാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഉള്ളത്. ഇവിടെ തന്നെ പാളയം ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അതിന് തൊട്ട് ഇവിടെ തന്നെ മുസ്ലിം പള്ളിയുണ്ട്. പിന്നെ തൊട്ട് അങ്ങ് അവിടെ തന്നെ ഒരു ചെറിയൊരു ക്ഷേത്രം കൂടി ഉണ്ട്. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. നമുക്ക് നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പള്ളി ഇതാ, ആ ഒരു സ്റ്റേഡിയം ഇതാ, ഇവിടെ ഈ ഒരു മുസ്ലിം പള്ളിയും ഇതാ. എന്താല്ലേ നല്ലൊരു വ്യൂ ആണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് തന്നെ പാളയം മാർക്കറ്റുമായി. എല്ലാം അടുത്തടുത്താണ്. ചെറുപ്പത്തിൽ എത്ര തവണ വന്ന ഒരു മാർക്കറ്റാണെന്നറിയത്. ഇതേ ഇവിടെയാണ് പാളയം മാർക്കറ്റ് വരുന്നത്. പാളയം മാർക്കറ്റ്. അതിൻ്റെ അകത്തേക്ക് പോയാൽ ഒരുപാട് കാണണ്ടൊക്കെ ഉണ്ട്. ഇത്തവണ അതിൻ്റെ അകത്തോട്ടൊന്നും കയറുന്നില്ല. അവിടെ നിന്നൊക്കെ നടന്നിട്ട് ഇപ്പം ഇതാ സ്റ്റാച്യൂവിലെത്തിരിക്കുകയാണ്. നമുക്ക് ആ ഒരു സ്റ്റാച്യു ജംഗ്ഷൻ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ നടക്കാനുണ്ട്. സ്റ്റാച്യു ജംഗ്ഷൻ ഇതാണ്. തൊട്ട് മുന്നിലാണ് സെക്രട്ടേറിയറ്റ് ഉള്ളത്. നമ്മളെടുത്ത ആ റൂമൊക്കെ വരുന്നത് ഈ ഒരു താഴെ ഭാഗത്തേക്കാണ്. ഇപ്പോൾ റോഡ് പണിയാണ് നടക്കുന്നത്. പുറത്തുനിന്നൊക്കെ ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാച്യു ജംഗ്ഷൻ തന്നെയാണ്.
സിറ്റീസൺ എന്നാണ് ഇതിന്റെ ഒരു പേര്. ഇവിടെ ഒരു ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 2 പേർക്കായത് 790 രൂപയാണ്. ഞങ്ങൾ ഇതിന് പുറത്ത് തന്നെ നാരായണ ഭവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് രാത്രി കഴിക്കാണ്ട് ഫുഡ് വാങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ ട്രെയിൻ എറണാകുളത്ത് എത്തുമ്പോഴത്തേക്കും 10:45 11 മണിയോട് കൂടി ആവും. ഞങ്ങൾ ട്രെയിനിലത്തെ കിട്ടുന്ന ഫുഡ് കഴിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകാതെ 4 മണി കഴിഞ്ഞല്ലോ. ഞങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു റൂമുണ്ടോ, ഒരു ബെഡ് ഇവിടെയും ഒരു ബെഡ് ഇവിടെയാണ് വരുന്നത്. കാരണം അല്ലെങ്കിൽ 2 അടുപ്പിച്ചാ ഉണ്ടാവുക. ഇതിന് മുന്നേ ഇവിടെ വന്നപ്പോൾ എടുത്തത് അടുപ്പിച്ചിട്ടുണ്ടായി. ഇപ്പൊ 3rd ഫ്ലോറിലായി പോയി റൂം. അന്ന് എടുത്തത് 1st ഫ്ലോർ, ഇത് 3rd ഫ്ലോർ ആണ്. കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടപ്പെടും. ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നാൽ ഒട്ടുമിക്ക സമയങ്ങളും താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്. അതെ ബൈക്കണ്ട പോയല്ലേ പോവാം. സമയം ഇപ്പൊ 4:15 കഴിഞ്ഞല്ലോ. ദേ അങ്ങ് അവിടെ ഒരു ഡബിൾ ഡെക്കർ. നമ്മളിപ്പം സ്റ്റാച്ചുവിന്റെ അവിടെ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ എത്തി. അതായത് ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. നേരെ പോയാൽ കിഴക്കേക്കോട്ട. അത് നേരെ പോകുന്നത് കിഴക്കേക്കോട്ടയിലേക്ക് തന്നെ ആ ഒരു ബസ്. ആ ഒരു ബസ്സൊക്കെ ഇറങ്ങി പോകുന്ന ഒരു ഭാഗം കാണുന്നില്ലേ, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഡബിൾ ഡെക്കർ. ഇത് നമുക്ക് ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്ത് വരുന്ന സമയത്ത് ഇതിന് യാത്ര ചെയ്യാം. ഇതിൻ്റെ മേലെ കയറിയിട്ട് അത് നേരെ കിഴക്കേക്കോട്ട ഭാഗത്തേക്ക് ഇതാ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. നമുക്ക് നേരെ ഈ ഒരു താഴെ ഭാഗത്തേക്ക് തമ്പാനൂരൊക്കെ വരുന്നത് ഇങ്ങോട്ടാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താനായി. ഇവിടെ ഇതാ ഒരു ഐരാവത് കർണാടക RTC. മിക്കവാറും ബാംഗ്ലൂർ ഭാഗത്തൊക്കെ പോകുന്നതായിരിക്കാം. നേരെയാണ് നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ KSRTC തിരുവനന്തപുരം ബസ് ടെർമിനൽ. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും ഉള്ളത്. ഈ ഒരു ബസ് ഇറങ്ങി വരുന്നുണ്ട്, അത് പോട്ടെ, ആ ബസ് പോട്ടെ. ഒരു ബസ്സും കൂടെ വരുന്നുണ്ട്. നമുക്ക് അവിടുന്ന് മുറിച്ച് കടക്കാം. ഐ ലവ് TVM. ഇവിടെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം. ഇവിടെ വന്നാൽ നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് നല്ലൊരു വ്യൂ കാണാം. ഈ തിരുവനന്തപുരം സെൻട്രൽ. ഇനിയിപ്പോൾ നമുക്ക് അകത്ത് കയറി പ്ലാറ്റ്ഫോം ഏതാണെന്നൊക്കെ നോക്കാം. മിക്കവാറും 2 അല്ലെങ്കിൽ 3 ഇതായിരിക്കാൻ ചാൻസ്. ഇനി ചിലപ്പോൾ മാറാം. നമുക്ക് എന്തായാലും അകത്ത് കയറാം. പിന്നെ അങ്ങ് അവിടെ തന്നെ ഒരു കോവിലുണ്ട്. ഇത് ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ ആ കണ്ട KSRTC ബസ് ടെർമിനൽ. ഇപ്പോൾ റോഡ് മുറിച്ച് കിടന്നിട്ട് പുറത്തോട്ട് പോവാം. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെത്തി. നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ് 3-ാം നമ്പറിൽ തന്നെ വരിക. അതിപ്പോൾ അതാ ഷണ്ടിങ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങോട്ട് ഇനി പോയിട്ട് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് വരും. അവിടെയാണ് നിർത്തിയിട്ടുണ്ടായത്. ട്രെയിൻ നമ്പർ 16304 തിരുവനന്തപുരം എറണാകുളം വഞ്ചിനാട് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. MT റെയിൽ വഞ്ചിനാട് എക്സ്പ്രസ്. ഈ വഞ്ചിനാട് എക്സ്പ്രസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിലാകെ റിസർവ്ഡ് ആയിട്ട് 2 കോച്ചുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ചേർക്കാറും മറ്റൊന്ന് സെക്കൻഡ് സീറ്റിങ്ങും. D1 മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ C1. ഞങ്ങളിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ ട്രാവൽ ചെയ്യുന്ന കോച്ച് C1 ചേർക്കാർ. ഇതൊക്കെ അൺറിസർവ്ഡ് ജനറൽ ക്ലാസ്സാണ്. ഇതിലാകെയുള്ള D1 സെക്കൻഡ് സീറ്റിംഗ് ഇതാണ്. ചേർക്കാറിൽ D1. ഇത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിന്ന് ട്രാവൽ ചെയ്യുന്ന കോച്ചായ C1 AC ചേർക്കാർ. 2012 നിർമ്മിച്ച കോച്ചായത്. നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്ന കോച്ച് ഇതാണ് C1. ഈ ഒരു വണ്ടിയില്ലേ 3 വണ്ടിയായിട്ട് റേഷനുണ്ട്. ഒന്ന് തിരുവനന്തപുരം എറണാകുളം വഞ്ചിനാട്, അതുപോലെ തന്നെ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി, അതുപോലെ തന്നെ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സുമായിട്ട് ഈ ഒരു വണ്ടി റേക്ക് ഷെയറിംഗ് ഉണ്ട്. ഇനി ഈ ഒരു കോച്ചിലോട്ട് നമുക്ക് കയറാം. 53 54 ഇവിടെ 53 54 ഇതിലുണ്ട്.
ഈ ഒരു സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഫുഡ് റെസ്റ്റ് ഉണ്ട്, വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, ഇവിടെ നമുക്കൊരു ടേബിൾ ഉണ്ട്, ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കാം. നമ്മൾ വാങ്ങിച്ച ഭക്ഷണം നമുക്ക് ഇരുന്ന് കഴിക്കാം. പിന്നെ സീറ്റ് പുഷ് പാക്കിംഗ് ആണ്. ഇതിൻ്റെ ഈ സാധനം ഇവിടെ ഉണ്ട്, നവീൻ്റെ അവിടെയും ഉണ്ട്. ഇപ്പോൾ ഇത് ഓൾറെഡി പുഷ് പാക്കിങ്ങിൽ തന്നെയാണ് ഉള്ളത്. ഇത്രയും പുഷ് പാക്കിംഗ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല അല്ലേ? കുഴപ്പമില്ല. പക്ഷേ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക 3 പേരുള്ള ഒരു ഭാഗം ടൂറാന്നാണ് കണ്ടത് ഇല്ലല്ലേ? അതും ഈ റേക്ക് ഷെയറിംഗ് ഉള്ളതുകൊണ്ട് വ്യത്യാസം വരും. എന്തായാലും നമ്മൾ ടിക്കറ്റ് കണ്ട പോലെ ഒന്നുമല്ല അതിനകത്തോട്ട് കയറുന്നു. പിന്നെ വേറെ വിഷയം നമ്മൾ പിറകിലേക്കാണ് പോകുന്നത്. അതും ഒരു വലിയൊരു പ്രശ്നമാണ്. പുറകിലേക്കാണ് എപ്പം കിട്ടുന്നത്, പുറകിലേക്കാണ്. മുന്നിൽ ഭാഗത്ത് കിട്ടുന്നേ ഇല്ല. പിന്നെ ഇവിടെ ചാർജിങ് സോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ചാർജിങ് സോക്കറ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല വിൻഡോ ആണ്, അതുകൊണ്ട് കുഴപ്പമേ ഇല്ല. പക്ഷേ വിൻഡോ നന്നായിട്ട് കാര്യമില്ല. കാരണം ഈ വണ്ടി ഭൂരിഭാഗം ഓടുന്നത് രാത്രിയാണ്. അതെ രാത്രിക്കാണ്. പുറപ്പെടുന്നതിന് 5:45 ഈ തിരുവനന്തപുരത്ത് തന്നെ 5:30 ആലപ്പുഴ വഴി എറണാകുളം ഭാഗത്തേക്ക് ഒരു വണ്ടിയുണ്ട്. അത് ഗുരുവായൂർ ഇന്റർസിറ്റിയാണ്. നമ്മുടെ വണ്ടി 5:45 നമ്മുടെ വണ്ടി കോട്ടയം വഴി. അതുപോലെ തന്നെ ഈ സമയത്ത് നല്ല തിരക്കാണ്. ജനറലൊന്നും പറഞ്ഞാൽ കാല് കുത്താൻ ഇടമില്ലാത്തൊരു സമയമാണ്. കാരണം ഒരുപാട് ഓഫീസേഴ്സൊക്കെ തിരിച്ച് ജോലി കഴിഞ്ഞ് പോകുന്നതാണല്ലോ. അതേപോലെ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ചെയർക്കാരന് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ 365 രൂപയാണ് ഒരാൾക്കായത്. സെക്കൻഡ് സീറ്റിൻ്റെ പൈസ വരുവാണെങ്കിൽ ഒരാൾക്ക് വരുന്ന പൈസ 100 രൂപ. 5:45 പുറപ്പെടേണ്ട ട്രെയിൻ 5:49 പുറപ്പെട്ടത്. 4 മിനിറ്റ് ഡിലേ. തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും ഇടയിൽ 17 സ്റ്റോപ്പുകളുണ്ട് വഞ്ചിനാട് എക്സ്പ്രസ്സിന്. അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനോട് വിട. ഒരുപാട് സ്റ്റോപ്പുകളുണ്ട്. പിന്നെ പെട്ടെന്ന് ഇരുട്ടുമാവുമല്ലോ. കഴക്കൂട്ടം കഴിയുമ്പോഴത്തേക്കും ഇരുട്ടാവും. പിന്നെ അതുപോലെ നമ്മുടെ ലോക്കോമോട്ടീവ് ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ, WP4 ആണ്. തിരുവനന്തപുരം സെൻട്രൽ. ഇതിൻ്റെ അകത്ത് കയറി. ഇതിൻ്റെ അകത്ത് വിൻഡോ പ്രശ്നമൊന്നുമില്ല, നല്ല ക്ലിയർ ഉണ്ട്. ഇത്രയാ ലോക്കോമോട്ടീവുകൾ നോക്കുന്നത്. അവിടെ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത്. ഇപ്പോൾ ട്രെയിൻ പോകുന്ന സ്പീഡ് 90 തന്നെ പോകുന്നത്. 90 km/h. ഇപ്പോൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ എത്തും. കൊച്ചുവേളി ഇപ്പം എത്തും. സ്റ്റേഷൻ എത്തുന്നേയില്ലല്ലോ. അതെ എത്തി. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ആയത്. ഇവിടെ ഇതാ വന്ദേ ഭാരത്. ഇവിടെ വന്ദേ ഭാരത് ഉണ്ട്. കാസർഗോഡ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത്. ട്രെയിനിപ്പോൾ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിരിക്കുകയാണ്. ഇപ്പോൾ നല്ല തിരക്കുണ്ട്. അത് ഏത് വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവേലി എക്സ്പ്രസ് ഇവിടെയാണ് വന്ന് നിർത്തുന്നത്, കഴക്കൂട്ടത്ത്. ചിറയൻകീഴും കടയ്ക്കാവൂരും കഴിഞ്ഞ് ട്രെയിൻ ഇപ്പോൾ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇതാ മംഗളൂരു നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ്. ഇതിൻ്റെ തിരക്ക് നോക്കിയേ. എൻ്റെ അമ്മോ, പരശുവിനെ ഇതാ ഇവിടുന്ന് കണ്ടുമുട്ടിയിരിക്കുകയാണ്. വർക്കല റെയിൽവേ സ്റ്റേഷൻ. ഹോണടിച്ച് വണ്ടി എടുത്ത്. ഇവിടെ 2 മിനിറ്റ് വണ്ടിക്ക് ഹോൾട്ട് ഉണ്ടായി. സമയം ഇപ്പോൾ 7:03 കൊല്ലത്തേക്ക് ഇതാ നമ്മുടെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കർവാന്നല്ല, കഴിഞ്ഞ് വരിക. എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് തന്നെയാണ്. വലിയൊരു റെയിൽവേ സ്റ്റേഷനായിട്ട് ഇനി കൊല്ലം മാറും. ഇപ്പോൾ 7:03 കൊല്ലം ജംഗ്ഷൻ. കൊല്ലത്ത് നമ്മുടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ്. ഇനി ഒരു വഞ്ചിനാട് എക്സ്പ്രസ്സിന് ഈ ഒരു പേരൊക്കെ കിട്ടും നമുക്കൊന്ന് പറയണ്ടേ.
അതായത് കൊല്ലം ജില്ലേൻ്റെ കുറച്ച് പ്രദേശങ്ങളും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയും കന്യാകുമാരിയും ഉൾപ്പെട്ട സ്ഥലത്തിന് പറയുന്ന പേരാണ് തെക്കൻ തിരുവിതാംകൂർ. ആ തെക്കൻ തിരുവിതാംകൂറിൻ്റെ പഴയ പേരാണ് വഞ്ചിനാട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് കൂടെ ഓടുന്ന ട്രെയിൻ ആയതുകൊണ്ട് ഈ ട്രെയിനിൽ വഞ്ചിനാട് എന്നൊരു പേര് നൽകി. പിന്നെ നമ്മുടെ ഈ കോച്ച് ചേർക്കാറാണെന്നറിയാലോ, അതായത് CC ആണെന്നറിയാലോ. ഇതിൽ നമ്മൾ അതായത് ശബ്ദം കൂട്ടി സംസാരിച്ചാൽ മറ്റൊരു പാസഞ്ചേഴ്സിനെല്ലാം ബുദ്ധിമുട്ടാവും. അത് നിങ്ങൾ നമ്മുടെ ഒരു വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് മനസ്സിലാവില്ല. അപ്പോൾ മറ്റൊരു പാസഞ്ചറിന് യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഇതുവരെ വീഡിയോ എടുത്തതും ഇനി അങ്ങോട്ട് എടുക്കാൻ പോകുന്നതും. അതെ, അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ. നമ്മൾ പൊറോട്ടയും ചിക്കൻ പെരട്ടുമാണ്, തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ചിക്കൻ പെരട്ടുമാണ് വാങ്ങിയത്. അത് കഴിക്കണം വണ്ടി പുറപ്പെട്ട ശേഷം. കായംകുളമൊന്നും എത്താൻ കാത്തുക്കുന്നേ ഇല്ല, കാരണം ഇത് നേരത്തെ വാങ്ങിച്ചല്ലോ, ചൂട് പോകും. ഒന്നായതിന് AC അല്ല, നമുക്ക് വാങ്ങിച്ച ഭക്ഷണം കഴിക്കാം. ഇത് ഈ ഒരു കവറൊക്കെ ഉണ്ട്, നമുക്ക് വെച്ച് കഴിക്കണമല്ലോ. ഇത് പൊറോട്ടയാണ്, പൊറോട്ടയ്ക്ക് ഇപ്പം ചൂടുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതാണ് തിരുവനന്തപുരം സ്പെഷ്യൽ ചിക്കൻ പെരട്ട്. ഞങ്ങൾ എപ്പോൾ വാങ്ങിച്ചാലും ഇവിടുന്ന് ചിക്കൻ പെരട്ട് വാങ്ങിക്കാറുണ്ട്. ഇതുണ്ട്, നല്ല ക്വാണ്ടിറ്റിയാണ് ചിക്കൻ പെരട്ട്. ഇനിയിപ്പോൾ അത് നവി കഴിക്കട്ടെ. അതുപോലെ തന്നെ എനിക്ക് കഴിക്കേണ്ട ഈ ഒരു കവറും ഉണ്ട്, നവി കഴിക്കാൻ ഇതാ ഒന്നും കൂടി ഉണ്ട്. കാരണം ഇവിടെ വൃത്തി വേണമല്ലോ. ഈ ടേബിൾ ഉള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. ഇതിൻ്റെ കവർ ഓപ്പൺ ആക്കൂ. ഇതാണ് ചിക്കൻ പെരട്ട്. ഇപ്പം പൊറോട്ടയുണ്ട്, ചപ്പാത്തി അല്ല പൊറോട്ടയുണ്ട്. ഇത് നന്നാല് പൊറോട്ടയുണ്ട്, ചിക്കൻ പെരട്ട്. ഇനിയിപ്പോൾ ഇതായിട്ട് താഴെ വീണാൽ തീർന്നു, നവി എല്ലാം തീർന്നു. ചിക്കൻ്റെ കഷ്ണമൊക്കെ എടുക്കാം. നല്ല സ്മെല്ലാണ്, അതുകൊണ്ട് ഈ കോച്ച് മൊത്തം ഈ ഒരു സ്മെല്ല് പാടരും. സ്പൂണില്ലല്ലോ, സ്പൂണില്ല, അതാണ് കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രെയിൻ. ട്രെയിനിൽ കഴിക്കാൻ ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ ട്രെയിനിൽ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ട്രെയിൻ ഇപ്പോൾ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനെത്തി. കൊച്ചുവേളി SMVT ബംഗളൂരു ഹംസഫർ. ഓവർടേക്കാണ്. അത് പോയപ്പോഴത്തേക്ക് ഇത് അടുത്തൊരു ട്രെയിൻ വരുന്നതാണ്. ഏറനാട് എക്സ്പ്രസ്, മംഗളൂരു സെൻട്രൽ, നാഗർകോവിൽ ജംഗ്ഷൻ. ഈ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിട്ടില്ല, അത് പോയിട്ട് ഒരു 5 മിനിറ്റ് ടൈം എടുക്കും. ഇവിടെ തന്നെ അമ്പലമുണ്ട്, അവിടെ തിരുവാതിരയാന്ന് തോന്നുന്നു. അതിൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ എവിടെയോ ഒന്ന് പരിപാടി ഉണ്ടെന്ന് തിരുവാതിരൻ്റെ പാട്ടാണ് ഇവിടെ കേൾക്കുന്നത്. എന്തായാലും അടിപൊളി തന്നെ അല്ലേ, ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നത്. ട്രെയിൻ ഇപ്പം കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, അത് ഇവിടെ നിന്ന് വന്നിട്ട് എടുത്തിട്ട് പോലെ. അത് ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ്. ഈ വേണാട് എക്സ്പ്രസിനെ പോലത്തെ കോച്ചുകൾ വേണം നമ്മളെ ബാക്കിയിലെ ട്രെയിനുകൾക്കൊക്കെ. പരശു, ഏറനാട്, ഇപ്പോൾ ഈ വഞ്ചിനാട്, എല്ലാ വണ്ടിക്ക് ഈ ഒരു ടൈപ്പ് കോച്ചുണ്ടെങ്കിൽ എത്രത്തോളം ഉപകാരമായേനെ. ഭാവിയിൽ വരുമെന്ന് വിശ്വസിക്കാം. കായംകുളത്ത് 2 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായത്, വണ്ടി എടുത്തു. ഇനിയിപ്പോൾ എറണാകുളത്തേക്ക് 2 റൂട്ടുണ്ട്, ഒന്ന് കോട്ടയം വഴി, ഒന്ന് ആലപ്പുഴ വഴി. നമ്മളെ വണ്ടി പോകുന്നത് കോട്ടയം വഴി, മാവേലിക്കര, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി വഴി എറണാകുളം പോകും. ട്രെയിൻ ഇപ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ ഇവിടെ 2 മിനിറ്റ് ഹോൾഡ് ഉണ്ടായി. ഇവിടെ ഇപ്പോൾ മുഴുവനും സ്വാമിമാരെ ഉണ്ടാവലും. ഇതൊരു മണ്ഡലകാല സമയമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് മണ്ഡലമാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ മൊത്തം ശബരിമലക്കൊക്കെ പോയി വന്ന സ്വാമിമാരാണ്. പോകാനുള്ളവരുണ്ടാവും. ചെങ്ങന്നൂർ പിന്നെ അടുത്ത സ്റ്റോപ്പ് തിരുവല്ല. ചെങ്ങന്നൂരിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കയറാനുണ്ടായിരുന്നു. മൊത്തം ഇനിയിപ്പോൾ നേരെ എറണാകുളം തന്നെ ആയിരിക്കും. ചെങ്ങന്നൂർ പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ല. തിരുവല്ലയിൽ 1 മിനിറ്റാണ് വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ടായത്. ഇവിടുന്ന് വണ്ടി എടുത്ത്
ഈ തിരുവല്ല അതുപോലെ തന്നെ ചെങ്ങന്നൂർ ഇതൊക്കെ അടുത്തടുത്ത് നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. 10 കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസിലാണ് എല്ലാം ഉള്ളത്. ചങ്ങനാശ്ശേരി ആയാലും മാവേലിക്കര ആയാലും എല്ലാം ഈ ഒരു 4 സ്റ്റേഷനാണ്. തിരുവല്ല ട്രെയിൻ ഇപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഇപ്പോൾ 9:15 കഴിഞ്ഞ് ഞങ്ങൾ CCൻ്റെ അവിടെ നിന്ന് ഈ ജനറൽ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഇവിടെ ആരുമില്ല. ഈ ക്ലാസ്സിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. നമ്മുടെ CCയിലാണ് എനിക്കൊന്ന് നല്ല ആൾക്കാർ, കാരണം ഒരു CCയല്ലേ ഉള്ളൂ, ഉള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ എന്താ പറയുക, അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, ആൾക്കാർ ക്രൗഡല്ലേ. അതുകൊണ്ട് ട്രെയിൻ ഇപ്പോൾ തൃപ്പൂണിത്തുറയിലാണ് ഉള്ളത്. ഇതേ ഇവിടുന്ന് വണ്ടി എടുത്ത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വഞ്ചിനാട് എക്സ്പ്രസിനെ കുറിച്ച് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. വഞ്ചിനാട് എക്സ്പ്രസ് ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത് 1985-ലാണ്. ആ സമയത്ത് ഈ പറഞ്ഞ തിരുവനന്തപുരം സെൻട്രലിലെയും എറണാകുളം ജംഗ്ഷൻ്റെ ഇടയിൽ 2 സ്റ്റോപ്പുകൾ മാത്രമേ ഉണ്ടായുള്ളൂ, അതായത് കോട്ടയം കൊല്ലം മാത്രം. ആ സമയത്ത് ഈ വഞ്ചിനാട് എക്സ്പ്രസ് അത്യാവശ്യം നല്ല സ്പീഡുള്ള വണ്ടിയായിരുന്നു. പിന്നീട് 1990 ശേഷം, അതായത് അതിൻ്റെ ഒരു പകുതികൾക്ക് ശേഷം ഒരുപാട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ മൂലം നമ്മുടെ ഈ പറഞ്ഞ വഞ്ചിനാട് എക്സ്പ്രസ്സിന് ഒരുപാട് സ്റ്റോപ്പുകൾ കിട്ടി. അതായത് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ 17 സ്റ്റോപ്പുകൾ ഉണ്ടായല്ലോ, അതുപോലെ അത് ഉണ്ടായി. അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ ഷെഡ്യൂളും സമയമൊക്കെ ഒന്ന് മാറ്റി എന്താ പറയുക വേറൊരു സമയം. കാരണം എന്ന് വെച്ചാൽ അന്ന് ഈ തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് 5:10 വണ്ടി പുറപ്പെടുന്നത്, 9 മണിയാകുമ്പോഴത്തേക്ക് എറണാകുളം എത്തും. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ, 5:45 പുറപ്പെട്ടിട്ട് 10 മണി കഴിയുന്നുണ്ട് എറണാകുളം സൗത്തിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈമൊക്കെ പണ്ടുള്ളതിനെക്കാട്ടും മാറ്റിയിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ എറണാകുളത്തിനും തിരുവനന്തപുരത്തിനിടയിൽ 17 സ്റ്റോപ്പുകളുണ്ട് ഈ വണ്ടിക്ക്. പക്ഷെ ഇത് രാവിലെയൊക്കെ തിരിച്ച് എറണാകുളത്ത് നിന്ന് പോകുന്നത് രാവിലെയാണ്, നല്ല തിരക്കാണ് അന്ന്. അതും ഓഫീസും ഇതുപോലെ ജോലിക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ഒരു ഇതാണ്. തിരിച്ചു വന്നാൽ ആ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് വൈകുന്നേരം. ശരിക്കും പറഞ്ഞാലും 2 വണ്ടികളുണ്ട്. അതും രണ്ടും ഒരു ചേട്ടനും അനിയനെന്നും പറയാം, വേണാടും വഞ്ചിനാടും. അല്ല, പിന്നെ നീ മറന്നു വേറൊരു വണ്ടീനാണ്. ഏത് വണ്ടി? തിരുവനന്തപുരം ഗുരുവായൂർ ഇന്റർസിറ്റി. ശരി തന്നെ. ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇതെല്ലാം കണക്റ്റാണ്. ഈ 3 വണ്ടി, ഈ 3 വണ്ടിയും ഒരു അമ്മ പറ്റ മക്കൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള. അതെ. ഈ ഒരു കോച്ച് കണ്ടാ, ഈ ഒരു കോച്ച് ഇതൊരു ജനറൽ ക്ലാസ് ആണ്. അതായത് CCൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇല്ലേ, ഇത് മൊത്തം കാലിയായിട്ടുള്ളത്. ശരിക്കും കോട്ടയം കഴിഞ്ഞ ഈ വണ്ടി ടോട്ടലി കാലിയായി. കോട്ടയം വരെയാണ് ഹെവി റഷ്. തിരുവനന്തപുരത്ത് നിന്ന് ഇതിലൊന്നും കാലുകുത്താൻ ഇടം ഉണ്ടാവില്ല, കാരണം അത്രയും തിരക്കാണ്. പക്ഷേ ഇതിൻ്റെ ജനറൽ ക്ലാസ്സിൻ്റെയൊക്കെ സീറ്റിംഗ് പൊസിഷൻ കണ്ട നല്ല കിടിലാണ്. ഇങ്ങനെ തന്നെ അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലില്ലേ, അല്ല സിംഗിളായിട്ട് തന്നെ ഇല്ലാണ്. അടിപൊളി സീറ്റിംഗ് തന്നെയാണ്. പിന്നെ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. നവി തൃപ്പൂണിത്തുറയിൽ നിന്ന് എറണാകുളം ജംഗ്ഷനിലേക്ക് ഈ ട്രെയിൻ എടുക്കുന്ന സമയം എത്രയാ? ആകെ പോകാനുള്ളത് 10 കിലോമീറ്റർ ആണ് തൃപ്പൂണിത്തുറ ടു എറണാകുളം ജംഗ്ഷനിലേക്ക്. അപ്പൊ ഈ ട്രെയിൻ തൃപ്പൂണിത്തുറ എത്തുന്നത് 10:10 നേരത്തെ കഴിഞ്ഞല്ലോ. അത് എറണാകുളം സൗത്തിൽ എത്തുന്നത് 10:55. അതായത് 10 കിലോമീറ്റർ ഓടിയെത്താൻ വേണ്ടിയിട്ട് 45 മിനിറ്റ്. അത് അത്ര സമയം വേണ്ട, കാരണം ആ ട്രെയിനുള്ളത്, അതായത് ഈ ട്രെയിനുള്ളത് അത്രയും സ്ലാക്ക് ടൈമാണ്. 10:55 മുന്നേ തന്നെ വഞ്ചിനാട് എക്സ്പ്രസ് എറണാകുളം സൗത്തിൽ എത്തും. അതായത് ഒരു 10:30 ആകുമ്പോഴെത്തും അല്ലേ? 10:21 ആയല്ലോ, ഒരു 10:30 ആകുമ്പോൾ തന്നെ എത്തും. അതായത് എറണാകുളം സൗത്തിലേക്കുള്ള ഒരു കർവാണിത്, വളഞ്ഞാ പോകുന്ന ട്രെയിൻ. ഇനിയിപ്പോൾ 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ സ്റ്റേഷനിലേക്ക്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇത് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്നത്, അതായത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ലൈനായത്. ഇനിയിപ്പോൾ നേരെയായി എറണാകുളം ജംഗ്ഷൻ. ഇത് അങ്ങാ ലൈറ്റ് കാണുന്ന തന്നെയാണ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. തിരുവനന്തപുരത്ത് നിന്നും 220 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. എറണാകുളം ജംഗ്ഷൻ ഇവിടെയെല്ലാം തോന്നുന്നു പ്ലാറ്റ്ഫോം. ഇവിടെയല്ല, 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തല്ല, ഇവിടെയാണ് പ്ലാറ്റ്ഫോം. ഇപ്പോൾ വഞ്ചിനാട് എക്സ്പ്രസിൻ്റെ യാത്ര ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഡെസ്റ്റിനേഷനിലെത്തിയല്ലോ. എറണാകുളം ജംഗ്ഷൻ, അതായത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. ഒരുപാടുണ്ടല്ലോ ഇത്.
എറണാകുളം ജംഗ്ഷൻ. ഇനിയിപ്പോൾ ഇവിടെ ട്രെയിൻ ഇറങ്ങാം. ഇവിടെ ട്രെയിൻ ഇറങ്ങി ഇനിയിപ്പോൾ നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങാം. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ട്. ഈ ഒരു ഭാഗമൊക്കെ പൊളിച്ച് കിട്ടലിന് അടിപൊളിയാക്കുകയാണ്. ആ ഒരു പഴയ ബിൽഡിംഗ് എല്ലാം കണ്ടതാ പൊളിച്ചിട്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് മറക്കാം. അതിനുശേഷം പുതിയ കിടലൻ മോഡേൺ രീതിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം എല്ലാ റെയിൽവേ സ്റ്റേഷനും മാറുകയാണല്ലോ, നമ്മുടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനും മാറട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൂം എടുക്കണം. കാരണം ഞങ്ങൾ ഓൺലൈൻ വഴിയൊന്നും ഇവിടെ ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഓഫ്ലൈനായിട്ട് ഇവിടെ പോയിട്ട് തന്നെ അന്വേഷിക്കണം. അതിന് ഞങ്ങളിവിടെ എറണാകുളത്ത് വരുമ്പോൾ തന്നെ ഓൺലൈൻ ബുക്കൊന്നും ചെയ്യൂല. കാരണം ഞങ്ങൾക്കൊരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ റൂമിലെത്തിയതിനു ശേഷം പറഞ്ഞുതരാം. ഇവിടെ പോയിട്ട് നല്ലൊരു പൈസ കുറഞ്ഞിട്ടില്ല റൂം നോക്കണം. ഒരുപാട് ആളുകൾക്ക് മനസ്സിലാവുന്ന ഇതിൽ കൂടെ എൻട്രി ചെയ്യേണ്ടത്. കാരണം ഉള്ളത് അതിലൂടെയും പോവാ, ഇതിലൂടെയും വരാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു ഭാഗത്തോട്ട് പോവാം. ഇവിടെ ഈ സ്റ്റേഷന്റെ പുറത്ത് തന്നെ പമ്പയിലേക്ക് പോകുന്ന KSRTC ഒക്കെ ഉണ്ട്. ഇതേണ്ടതാ KSRTC ഒക്കെ ഉണ്ട്. ഓട്ടോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കതൊന്നും വേണ്ട, ഇതിലൂടെ പോവാം. ഇവിടെയാണ് ഇപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ കൗണ്ടറൊക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ. അവിടത്തൊക്കെ മാറിയത് ഇവിടെയാണ്. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമില്ല ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ഇത് നോക്കിയിട്ടുണ്ട്, ഇവിടത്തേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നെറ്റിൽ കണ്ടതാണ്, പോയി നോക്കാം എന്താവുന്നതെന്ന്. ഞങ്ങൾ അങ്ങനെ ഫൈനലി ഒരു നല്ല കിടില റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങളെടുത്തു. ഇനി മൊത്തത്തിൽ ഇതൊന്ന് കാണാം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു ടേബിളുണ്ട്, 2 ചെയറുണ്ട്, ഇവിടെ ഈ റൂമുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കൊക്കെ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നേ ഇല്ല. എന്നാലും ഇതിൻ്റെ ലൈറ്റ് ഓഫാക്കി ഇത് അടച്ചേക്കാം. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ റൂമിലോട്ട് കയറുകയാണ്. ഇവിടെയാണ് നമ്മുടെ മെയിൻ റൂം വരുന്നത്. ഇത് AC റൂമല്ല, അതിൻ്റെ റിമോട്ടെല്ലാം അവർ കൊണ്ടുപോയി. ഇത് നോൺ AC റൂമാണ് നമ്മളെടുത്തത്. ഇതാണ് നമ്മുടെ ബെഡ്. പിന്നെ ഇവിടെ TV ഉണ്ട്. ഇവിടെ നല്ലൊരു നമുക്കെന്താ പറയുക, ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ. ഇവിടെ നല്ലൊരു മിററുണ്ട്. നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് ഇവിടെയാണ്. നല്ല 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 വൃത്തിയില്ല ബാത്റൂമും ടോയ്ലറ്റൊക്കെ തന്നെയാണ്. ഈ ഒരു റൂമില്ലേ നമ്മൾ നോക്കിയെടുക്കാൻ ഒരുപാട് സമയം പണിപ്പെട്ടു. ഞങ്ങൾ ഈ എറണാകുളത്തുണ്ടല്ലോ അധികം കുറെ വർഷമായി ഇവിടെ വന്ന് താമസിച്ചിട്ട്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഈ പൊതു യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും റെയിൽവേ സ്റ്റേഷൻ റിട്ടയർ റൂമിലൊക്കെയാണല്ലോ താമസിക്കുന്നത്. നിലവിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗമൊക്കെ ഇടിച്ചു പൊളിച്ചുകൊണ്ട് റിട്ടയർ റൂമൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. പിന്നെ ഞങ്ങൾ എന്താ പറയുക 2020 വന്ന സമയത്ത് ഇതേപോലെ MG റോഡ് ഭാഗത്താണ് താമസിച്ചത്. ആ പ്രോപ്പർട്ടി ഇപ്പോൾ ഇല്ല. അത് കുറേ നാളെ നമ്മൾ എറണാകുളം വന്ന് നിന്നിട്ട്. അപ്പം ഇവിടെ ഈ ഭാഗത്ത് സൗത്ത് ഭാഗത്തൊക്കെ നല്ല കോസ്റ്റ്ലിയാണ് റൂമിനൊക്കെ. അപ്പം ഞങ്ങളത് നേരത്തെ ഒരു കാര്യം പറയണ്ടേ, അത് ഞങ്ങൾ എന്താ പറയുക ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് വരാറില്ല. ഒരു തവണ വന്നപ്പോൾ നമുക്ക് എറണാകുളത്ത് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് നൈറ്റ് സമയത്ത് വന്ന സമയത്ത് റൂം ഇല്ല എന്ന് പറഞ്ഞു. കാരണം അത് അവരുടെ തെറ്റ് മാത്രമല്ല, അവർ ആ ആപ്പിൽ നിന്ന് അവരുടെ ഹോട്ടൽ റിമൂവ് ചെയ്തിരുന്നു. അതായത് 800 രൂപയുടെ റൂം തന്നെയാണ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ പോയപ്പോൾ, അതായത് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത്. അവിടെ എത്തിയപ്പോൾ രാത്രിക്ക് എത്തുമ്പോൾ അവർ പറഞ്ഞു അതായത് ഞങ്ങളിപ്പോൾ ഇവരുമായിട്ട് കോൺടാക്ട് ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അവരെ വിളിച്ചിട്ട് ക്യാൻസൽ ചെയ്യാം, മെയിൽ അയക്കാൻ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു അല്ല, നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. 800 രൂപേൻ്റെ റൂം അവർ പറഞ്ഞു 1300 വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പൊട്ടന്മാരാക്കുന്നതിന് തുല്യമല്ലേ? അത് ഒരിക്കലും നടക്കൂല. കാരണം എത്ര പൈസ കൂട്ടിയിട്ട് ഇനിയിപ്പോൾ അവർ നോണ പറയുന്നതാണോന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്ത മൈനു തന്നെ നമ്മുടെ ആപ്പിലേക്ക് അവർക്ക് വേണ്ടിയിട്ട് മെയിൽ അയച്ചു, ബന്ധപ്പെട്ടവർക്ക് അയച്ചു, പൈസ റീഫണ്ട് കിട്ടി. പക്ഷെ റീഫണ്ട് അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ അത്രയും ടയേർഡായിട്ട് അവിടെ എത്തുമ്പോൾ റൂം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളിത് മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. അങ്ങനെ യാത്ര ചെയ്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവും. എങ്ങനെ ഒന്ന് ബാഗ് എടുത്ത് വെച്ച് കിടന്ന് ഉറങ്ങിയാൽ മതി നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു പണി പറ്റിയോണ്ട് നമ്മൾ ആപ്പിൽ നിന്ന് ബുക്ക് ചെയ്തില്ല. ഞാൻ വഞ്ചനാട് എക്സ്പ്രസ് വരുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ ഓരോ നോക്കിയിട്ടുണ്ടായി. അപ്പം മിറാജ് റെസിഡൻസി പറഞ്ഞിട്ട് നമ്മുടെ സൗത്തിൻ്റെ അവിടെ കാണണ്ടായി. ഞാൻ കോൺടാക്ട് ചെയ്യുണ്ടായി. അതുപോലെ തന്നെ പുറത്തിറങ്ങിയിട്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഡോർമെട്രി വല്ല സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ കൊച്ചി മെട്രോൻ്റെ ഭാഗത്തുണ്ട്, എല്ലാം ഫുള്ളാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. അപ്പോൾ ഇവിടെ റൂമിൽ ഞങ്ങൾക്ക് നോൺ AC വന്നത് 24 മണിക്കൂറിന് 900 രൂപയാണ്. ഈ റൂമിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടപ്പം എനിക്ക് തോന്നില്ല ഇത് വലിയ നഷ്ടമാണെന്ന് തോന്നില്ല. 900 രൂപയൊന്നും വലിയ അധികം തോന്നില്ല, ലാഭം തന്നെയാണ്. കാരണം വേറൊരു കാര്യം പറയാം, ഇവിടെ കയറി വരുമ്പോൾ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു പെരുമാറ്റമൊക്കെ അടിപൊളിയാണ്. നല്ല രീതി തന്നെ നമ്മൾ പെരുമാറൊക്കെ ചെയ്യുന്നത്. കാരണം കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന ശേഷം പിന്നെ അതുപോലെ തന്നെ AC റൂമിന് 1300 രൂപ വരുന്നത്. ഒരു 400 രൂപ നമുക്ക് മിക്കവാറും
AC എടുക്കാൻ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവിടെ ഇല്ല, അതാണ് പ്രശ്നം. അല്ലല്ലേ ഫുള്ള് കൂടിയാണ്. വഞ്ചിനാട് എക്സ്പ്രസിന്റെ യാത്ര നമുക്ക് നല്ല രീതിയിൽ എടുക്കണം എന്നല്ലേ ഉണ്ടായത്. പക്ഷെ ആ തിരക്കൊക്കെ കാരണം അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കോട്ടയത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല. കോട്ടയത്ത് ഇറങ്ങാൻ പക്ഷെ പറ്റിയില്ല, കാരണം അത്ര തിരക്കായി പോയി. പിന്നെ അപ്പൊ തന്നെ വണ്ടിയുടെ സിഗ്നൽ കിട്ടിയ സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് കോട്ടയത്ത് ഇറങ്ങാൻ പറ്റായിരുന്നത്. അതെ, അപ്പൊ എന്താ പറയാ, ഈ ഒരു ചെറിയൊരു യാത്ര, തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ എറണാകുളം നമ്മൾ റൂമിലൊക്കെ എത്തിയ സ്ഥിതിക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം എറണാകുളത്തെ ഒരു കിടലൻ യാത്രയുള്ളത്, അതൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ മറ്റേ ദിവസം ബൈ.